ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മളിങ്ങനെ കൊടൈക്കനാൽ ടൂറ് പോയിട്ട് റൂമിലെത്തിയ കാര്യമല്ലേ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയായിരുന്നു കേട്ടോ. നമ്മൾ ഡിസംബർ 28-നാണ് ചെന്നൈയിൽ നിന്ന് കയറിയത്. 29th രാവിലെ ആയപ്പോഴത്തേനാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്ന റൂമെന്ന് പറയുന്നത് വേറൊരു ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ വെക്കേറ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ഞങ്ങളോട് ഇവിടെ നിന്ന് ഫ്രഷ് ആവാനായിട്ട് പറഞ്ഞു കേട്ടോ ഓണർ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ ഇനിയിപ്പം മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വണ്ടിയിൽ വെച്ചേക്കാം. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ റൂമിലേക്ക് കയറാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരമാണ് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നൊരു വീടും പരിസരമൊക്കെ ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. താഴേക്ക് ഒരു കോണിപ്പടിയൊക്കെ ഉണ്ട്. താഴത്തെ നിലയിൽ ആൾക്കാർ താമസമുണ്ട്. മേലെയാണ് ഇവിടുത്തെ നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീടും പരിസരമൊക്കെ നോക്കി എന്ത് ഭംഗിയാണല്ലേ. വീടിൻ്റെ ചുറ്റിനും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഉള്ളിലും ഒക്കെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. വരുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മലയാളി ഹോട്ടലാണ്. വരുന്ന നമ്മുടെ റൂമിന് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ആകെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ഒരു 10:30 ആയി, 11 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ലേറ്റായി കഴിയുകയാണെങ്കിൽ മോൾക്കും വിശപ്പ് തുടങ്ങി, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പായി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴിയിൽ തന്നെ അപ്പറിലേക്ക് വ്യൂ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ടൈം എന്ന് പറയുന്നത് വെക്കേഷൻ ടൈമല്ലേ, ഈ ഒരു വിൻ്റർ സീസൺ അല്ലേ, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. നമുക്കൊരു ഫോട്ടോ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഒരു വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നേരെ ചെവ്വേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്ക് കാരണം കൊണ്ട് കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തതാണ്. പിന്നെ അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലിറിൽ വാട്ടർഫാൾസ് എന്ന് പറയും. അപ്പോൾ ഇതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കൊടൈക്കനാലിൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോയിട്ട് ഉള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു തന്നിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇതൊരു പാക്കേജ് ടൂറായിരുന്നു കേട്ടോ. നമ്മളൊരു 2 ദിവസത്തേക്ക് കൊടൈക്കനാൽ സ്റ്റേ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളതിൽ നിന്ന് അടുത്തുള്ള മെയിൻ ലൊക്കേഷനുകളിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിറിൽ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. പണ്ട് ഈ ഒരു ലിറിലിൻ്റെ പരസ്യമൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന് നമ്മളൊരു ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ സൂയിസൈഡ് പോയിന്റ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് അതിനെ ഗവൺമെൻറ് പേര് മാറ്റിയിട്ട് ഗ്രീൻ വാലി എന്നാണ് ആക്കിയത്. അപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 7 AM to 6 PM ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു രാവിലെ ഒരു 10 മണിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 3 മണി ആ ഒരു ടൈമിൽ വരുവാണെങ്കിൽ അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും എന്തേ കണ്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് ഞങ്ങൾ കയറുന്ന വഴിയിൽ തന്നെ 2 സൈഡിലും ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ഷോപ്പുകളുണ്ട്, കുട്ടി കുട്ടി ഷോപ്പുകളാണ്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് വ്യൂ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസമായ കാരണം കൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നത്. നിങ്ങൾ വിൻ്റർ സീസണിലല്ലാത്തപ്പോൾ വരണം, അപ്പോഴാണ് ഇത് കാണാനായിട്ട് ഭയങ്കര രസമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം മഞ്ഞ് ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു എക്സ്പീരിയൻസ് അല്ലേ, നമുക്കിതും എന്തായാലും ഈ ഒരു സീസണിലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മേഘങ്ങളും മഞ്ഞും ഒക്കെ ഇങ്ങനെ മൂടി പുതച്ച് കിടക്കുന്ന കണ്ടിട്ട് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് പോലെ ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് നമുക്ക് വ്യൂ കാണാനായിട്ട് പറ്റും കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ആ ഒരു ഗ്രീൻ വാലിയുടെ വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്. വാനരന്മാരുടെ ശല്യമുള്ള കാരണം കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചിരുന്നാൽ മതി. പിന്നെ വരുന്ന വഴിയിൽ തന്നെ ആമിക്ക് 1-2 സാധനങ്ങളൊക്കെ ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക്
2 സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ, പെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ഉണ്ട് അവിടെ ഒരു കടയിൽ മഞ്ഞമ്മൽ ബോയ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് പില്ലർ റോക്കിലാണ് പോയിട്ടുള്ളത്. പില്ലർ റോക്ക് ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ആ ഒരു മഞ്ഞമ്മൽ ബോയ്സ് സിനിമയിലൊക്കെ പില്ലർ റോക്ക് സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കി ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഒരു വീഡിയോ കൂടി നേരെ ചൊവ്വേ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. പിന്നെ കിട്ടിയ ഗ്യാപ്പിലൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഫോട്ടോ കിട്ടി. പിന്നെ ഇതിൻ്റെ താഴോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഷോപ്പുകളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഇവിടെ വരുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് കേരളത്തിൽ നിന്നും ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ നമ്മുടെ പില്ലർ റോക്കിൻ്റെ വ്യൂ പോയിന്റ് കാണാനായിട്ട് നമുക്ക് പോകാം. വരുന്ന വഴിയിൽ തന്നെ ഒരു 3 ആനയുടെ ഒരു ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇതുപോലെ 400 അടി ഉയരമുള്ള 3 കരിങ്കൽ പാറകളാണ് കേട്ടോ ഇത്. തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 2 പാറകൾക്കിടയിലുള്ള ഒരു വിടവിനെയാണ് നമ്മൾ ഗുണ കേവ് അല്ലെങ്കിൽ പിശാചിൻ്റെ അടുക്കള അല്ലെങ്കിൽ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ പില്ലർ പാറകളിലേക്കുള്ള പ്രവേശന സമയം ഞായറാഴ്ച ഉൾപ്പെടെ രാവിലെ 9-നും വൈകുന്നേരം 4-നും ഇടയിലാണ്. ഒരാൾക്ക് 5 രൂപയാണ് ഫീസ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിൽ ക്യാമറയ്ക്കൊക്കെ ആണെങ്കിൽ ഷൂട്ടിംഗ് ചെയ്യണതിന് 20 രൂപ കൊടുക്കണം. പിന്നെ കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വേണം ഇത് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ മാത്രമല്ല ഷൂസും കുറച്ച് ജീൻസ് പോലത്തെ അങ്ങനത്തെയൊക്കെ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, കംഫർട്ടായിരിക്കും നമുക്ക്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് മൂടി കിടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വ്യൂ അത്ര നന്നായിട്ട് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് മഞ്ഞ് ഇങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിന്നു എന്നിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. പിന്നെ നേരെ നമ്മൾ ഗുണ കേവിലേക്കാണ് വന്നിട്ടുള്ളത്. പില്ലർ റോക്ക് കഴിഞ്ഞിട്ടാണ് ഗുണ കേവ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം മിക്കവാറും എല്ലാവർക്കും സുപരിചിതമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന് കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു മഞ്ഞമ്മൽ ബോയ്സ് സിനിമയും കൂടി കണ്ടപ്പോഴത്തേക്കാണ് ഇങ്ങോട്ട് വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര തിരക്കായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വരാത്തത്. അപ്പോൾ ഇത്തവണ തിരക്ക് കുറവായിരിക്കും എന്ന് കരുതി വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോഴത്തേക്കൊണ്ട് ഇവിടെ ഇത്തവണയും നല്ല റഷായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇത്തവണ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുണ കേവിൻ്റെ ഈ ഒരു പരിസരം എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. മരങ്ങളും മരത്തിൻ്റെ വേരുണ്ടല്ലോ അതിങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് നടന്ന് പോകണം കേട്ടോ, എന്നാലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മഞ്ഞമ്മൽ ബോയ്സ് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടേക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നവരെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. എനിക്കാണെങ്കിൽ ഈ വേരിൽ കൂടി മേലേക്ക് കയറാനായിട്ട് ഭയങ്കര പേടിയായിരുന്നേ. കാരണം എന്ന് വെച്ചാൽ സ്ലിപ്പായി വീഴുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ പേടിക്കുന്ന പോലൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ മേലോട്ട് കയറി പോകാനായിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ഷൂസൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത്. അതായത് കുറച്ച് ഗ്രിപ്പുള്ള ചപ്പലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷൂ പോലത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ നമുക്ക് മേലോട്ട് കയറി പോകുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ കിട്ടിയ ഗ്യാപ്പിൽ കയറിയിട്ട് മേലോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് കാണുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭൂമി എത്രത്തോളം മനോഹരിയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ കാലാവസ്ഥയും കൂടി നല്ലതാണെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ പോയപ്പോഴത്തേക്കും നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലായിരുന്നു. ആ ഒരു ഗുണ കേവിൽ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഗുണ കേവിനെ ചെകുത്താൻ്റെ അടുക്കള അല്ലെങ്കിൽ ഡെവിൾസ് കിച്ചൺ എന്നൊക്കെയാണ് പേര് പറയുന്നത്. 1821 ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള BS വാർഡാണ് ഈ ഗുഹകൾ ആദ്യമായി രേഖപ്പെടുത്തിയെന്നാണ് ആരോപിക്കപ്പെടുന്നത്. അദ്ദേഹം അതിന് ഡെവിൾസ് കിച്ചൺ എന്ന പേര് കൊടുത്തു. പിന്നീട് ഈ ഒരു സ്ഥലം ഫേമസ് ആയത് കമലഹാസൻ്റെ ഗുണ എന്ന് പറയുന്ന സിനിമ വന്നില്ലേ, ആ ഒരു ടൈമിലാണ് കേട്ടോ ഫേമസ് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗുണ കേവിനുള്ളിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങി അങ്ങനെ കുറേ
കുറേ പേർക്ക് അപകടം പറ്റി. അവിടെ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പിന്നെ ഗവൺമെൻറ് തന്നെ ഇത് സീൽ ചെയ്തു, ഇങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ലാണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കഴിഞ്ഞ വർഷം നമ്മുടെ മലയാളത്തിലെ മഞ്ഞുമൽ ബോയ്സ് സിനിമ വരുന്നത്. അപ്പോൾ അതോടുകൂടി ഈ ഒരു സ്ഥലം വീണ്ടും ഫേമസ് ആയിട്ട്, ഓൾറെഡി ഫേമസ് ആണ്, പക്ഷേ ഈ ഒരു നമ്മുടെ മലയാള സിനിമ വന്നതിൻ്റെ ഒരു ഹൈപ്പ് കാരണം കൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു സ്ഥലം എത്തപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത് ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടതിന് ശേഷമാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഗുണ സിനിമയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കിങ്ങനെ ഈ വർഷം വരാൻ പറ്റുമോ എന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണേ. നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ മെയിനായിട്ട് ഒരു പൈൻ ഫോറസ്റ്റ് കാണുമല്ലോ. ഇപ്പോൾ ഊട്ടി ആയാലും എവിടെ പോയാലും നമുക്ക് പൈൻ ഫോറസ്റ്റുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് തോന്നത്തില്ലേ? അപ്പോൾ അതേ ഭംഗി തന്നെയാണ് നമ്മുടെ ഈ ഒരു പൈൻ കാടുകൾ നേരിട്ട് കാണുമ്പോഴും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും. ഈ പൈൻ മരത്തിൽ ചെറിയ കായകൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണാനില്ല കേട്ടോ ക്ലിപ്പിംഗ് ഒന്നും. അപ്പോൾ ഈ പൈൻ കാടുകൾക്കുള്ളിലൂടെ നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടേക്ക് കയറുമ്പോഴത്തേക്കും എൻട്രി ഫീസ് അവർ മേടിക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. പിന്നെ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് കിട്ടും കേട്ടോ. നമ്മുടെ മെമ്മറീസിൽ എന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന കുറേ നല്ല ഫോട്ടോസ് കിട്ടും. ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കണം. അപ്പോൾ എന്തായാലും എവിടെ പോയാലും കുറച്ച് സമയം ഞാൻ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളും കൂടി കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്ന് നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് കുറച്ച് മുന്നോട്ടൊന്ന് പോയി നടന്ന് നോക്കിയിട്ട് വരാം, എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടി താഴേക്ക് വന്നിരുന്ന് കുറച്ച് നേരം ഇവിടുത്തെ വീഡിയോയും ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ നന്നായിട്ട് കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. വൃത്തി വലുതായിട്ടില്ല കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇവിടെ യൂസ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കും വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നേക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിലാണെങ്കിൽ വന്നപ്പോഴത്തേക്കും പാതി വഴിയിൽ എത്തിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ പകുതി വഴി എത്തിയപ്പോഴത്തേക്കും ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞു ഇറങ്ങി നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് മോയർ വ്യൂ പോയിന്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് കരുതി നമ്മൾ വെജ് റൈസാണ് കഴിച്ചത് കേട്ടോ. വെജ് റൈസും ഗ്രീൻ പീസ് കറിയും ഗാർലിക് പിക്കിളുമാണ്. ഞങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഫുഡൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് വേറെ ഞങ്ങൾക്ക് വയറിനൊന്നും പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം സഹായിച്ച് ഈ ഒരു യാത്രയിൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച ഒരു ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ഫുഡ് പോയ്സണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു മോയർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. 1929 സർ തോമസ് മോയർ ഇവിടെ നിന്ന് ബെറീജം ലേക്കിലേക്ക് ഒരു റോഡ് നിർമ്മിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ഒരു സ്ഥലത്തിന് മോയർ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 9 AM to 5 PM ആണ്. ഇവിടെ ഈ ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും വാലി വ്യൂ കാണാനായിട്ട് പറ്റും. അടിപൊളിയാണ്. പിന്നെ നമ്മൾ വന്ന ഈ ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിൻ്റർ ടൈം ആയ കാരണം കൊണ്ട് നന്നായിട്ട് മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോഴത്തേക്കുണ്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് മഞ്ഞ് മൂടി. പിന്നെ നമുക്കൊന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടായില്ല. പിന്നെ ഇവിടെ ഒരു ടവർ കൊടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ വാച്ച് ടവർ ആണ്. നമുക്ക് മേലെ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വ്യൂ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേലോട്ടേക്ക് കയറി വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കാനായിട്ട് നിന്നപ്പോഴത്തേക്കും കൊണ്ട് വീണ്ടും മഞ്ഞ് മൂടിയിട്ട് ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. നമ്മൾ വിൻ്റർ ടൈമിൽ അല്ലാത്ത ടൈമിൽ വരുവാണെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റും. പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഞാൻ പറഞ്ഞില്ല വാനരന്മാരുടെ ശല്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ബാഗും നമ്മൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയി കളയും. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം.
അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടതിന് ശേഷം നേരെ വണ്ടിയിലേക്ക് കയറി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് കാട്ടുപോത്തുകളാണ് കേട്ടോ സൈഡിൽ നിൽക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഡ്രൈവർ വണ്ടി നിർത്തി തന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റോസ് ഗാർഡനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഊട്ടിയുടെ അത്ര വലിയ റോസ് ഗാർഡൻ അല്ല കേട്ടോ ഇവിടുത്തത് ചെറിയ റോസ് ഗാർഡനാണ്. എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് മേടിച്ചുകൊണ്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചോളം ഇങ്ങനെ ഗ്രില്ല് ചെയ്തതുണ്ടല്ലോ അതാണ് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ സംഭവമൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വന്ന സമയം എന്ന് പറയുന്നത് വലിയ തിരക്കില്ലാത്തൊരു ടൈമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു വീഡിയോ എടുക്കാനും ഒക്കെ. പിന്നെ നല്ല വെയിലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും നമ്മൾ ഈ ഒരു സമയത്ത് വന്നത് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ പോലും നമ്മൾ നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വെയിലാണെങ്കിൽ പോലും ഇവിടുത്തെ ഈ ഒരു പരിസരം എന്ന് പറയുന്നത് എപ്പോഴും തണുത്ത് വിറച്ചാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഗാർഡനിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ചോളമൊക്കെ മേടിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആമിയം കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ഈ ഒരു ഡിസംബർ മാസത്തിൽ പൂക്കൾ കുറവായിരിക്കും, മെയ് ജൂൺ മാസത്തിൽ വരണമെന്നാണ് കേട്ടോ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇഷ്ടംപോലെ പൂക്കൾ വരുന്നത്. ഈ ടൈമിൽ വരുവാണെങ്കിൽ പൂക്കൾ വളരെ കുറവായിരിക്കും. എന്നാലും കുറച്ച് പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, നല്ല നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. അപ്പോൾ ഞാൻ ഈ ചെടികളെയൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല ചെടികൾ കിട്ടുവാണെങ്കിൽ നമുക്കും കൊണ്ടുപോയി വെക്കാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് അല്ലല്ലോ നമ്മുടെ ചെന്നൈയിലാണെങ്കിൽ ഇതൊന്നും വളരത്തില്ല, ഒരു റോസ് പോലും നമുക്ക് പിടിച്ച് കിട്ടത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് ഇവരിതിനെയൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നത് നോക്കി, എന്ത് ഭംഗിയായിട്ടാണല്ലേ. മാത്രമല്ല അത് നന്നായിട്ട് വൃത്തിയിട്ട് അവർ സൂക്ഷിച്ചിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചെടികളിലെ പൂക്കളൊന്നും തൊടാനോ പറിച്ചെടുക്കാനോ ഒന്നും പാടില്ല എന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികളെയൊന്നും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറ്റി വിടത്തില്ല കേട്ടോ. നമുക്ക് ഈ പുറത്ത് വന്നേക്കുന്ന വഴിയിലൂടെ മാത്രമാണ് നടക്കാൻ പറ്റുള്ളൂ. റോസൊക്കെ ഒരുപാട് കുറവാണ്, പക്ഷേ കുറേ നല്ല വെറൈറ്റി റോസുകൾ കണ്ടായിരുന്നു. ആ ഒരു മഞ്ഞ കളർ റോസ് ഇല്ലേ, അത് ഭയങ്കര വലുതാണ്. ഞാൻ വീഡിയോയിൽ എടുത്തപ്പോഴത്തേക്കും ചെറുതായിട്ടാണ് കാണുന്നത്, പക്ഷേ ഭയങ്കര വലുതാണ്. ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഹാരജമന്തി പോലെ നിൽക്കുന്നുണ്ട്. ഒരു പർപ്പിൾ കളർ പൂവ്, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ ഒരു മരം ഉണ്ടല്ലോ അതിലെ ഇലകളാണെങ്കിൽ വല്ലാത്തൊരു കളറായിരുന്നു കേട്ടോ. പച്ച കളറുള്ള ഇലയല്ല, പച്ചയും ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ഇലയായിരുന്നു ആ ഒരു മരത്തിന്. പിന്നെ ഞങ്ങൾ കുറേ ദൂരം അങ്ങോട്ടേക്ക് നടന്നു പോയപ്പോഴത്തേക്കാണ് കുട്ടികളുടെ പാർക്കിൻ്റെ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ലേക്ക് കാണാനായിട്ട് പറ്റും. ഇതേത് ലേക്കാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ചോദിച്ചതും ഇല്ലായിരുന്നു ആരോടും. അപ്പോൾ അവിടെ നിന്ന് നോക്കി ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നന്നായിട്ട് മഞ്ഞ് മൂടുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഒരു 4-4:30 ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ ചുറ്റിനും നടന്നൊന്ന് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോളമൊക്കെ കഴിച്ചുകൊണ്ട് ഞാനും ഹസ്ബൻഡും മോളും കൂടി ഇങ്ങനെ ഇതുവഴി നടക്കുവാണ്. അപ്പോൾ അവിടെ പൂക്കളൊന്നും പറിക്കരുതെന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പൂവിൽ തൊടുകയാണെങ്കിൽ അപ്പം തന്നെ ആൾ വന്നിട്ട് നമ്മളെ വഴക്ക് പറയും. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടിയുണ്ടോ, ഈ ഒരു വെള്ളപ്പൂവുള്ള ചെടി, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു വയലറ്റ് കളറിലുള്ള പൂവ്, ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റി പൂക്കളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് കുട്ടികളുടെ പാർക്ക്. ഇവിടെ വന്നിട്ട് ആമിയാണെങ്കിൽ കളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ കയറി അങ്ങോട്ടേക്ക് ഇരുന്ന് താഴേക്ക് വന്നതും വീണുപോയി കേട്ടോ. പിന്നെ കുറച്ച് നേരം കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവളുടെ ഡ്രസ്സൊക്കെ അഴുക്കായി. പിന്നെ അവിടെ നിന്ന് സമാധാനപ്പെടുത്തി എങ്ങനെയോ നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം. അപ്പോൾ നമ്മൾ രാവിലെ കണ്ടതല്ല നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റൂം. ഈ ഒരു വീടാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. എനിക്ക് മറ്റേ വീടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെങ്കിലും ഈ വീട് ആണ് നമുക്ക് തണുപ്പ് കുറച്ചായിട്ട് തോന്നിയത്. നമ്മൾ മറ്റേ ആദ്യം രാവിലെ പോയിട്ടുള്ള ഒരു വീടാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു.
പക്ഷേ ഈ ഒരു വീടിനുള്ളിൽ അത്രത്തോളം തണുപ്പില്ല. ഈ വീടിൻ്റെ താഴെയാണ് നമ്മുടെ ഓണർ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഒന്ന് സേഫ് ആയിരുന്നു. പിന്നെ ഇവർ പ്രത്യേകം പറഞ്ഞിരുന്നു ഫാമിലി ആയിട്ട് വരുന്നവർക്ക് മാത്രമേ വീട് കൊടുക്കത്തുള്ളൂ, അല്ലാതെ ബാച്ചിലേഴ്സിന് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കിച്ചൺ ഉണ്ട്, അതുപോലെ ഒരു ഹാളും പിന്നെ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താമസിക്കുന്ന ഒരു വീടെന്ന് പറയുന്നത്. നമ്മൾ 2 ദിവസത്തെ സ്റ്റേക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ ഹോട്ടലിൻ്റെ അത്ര വലിയ സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും വീടായതുകൊണ്ട് നമ്മൾ സേഫ്റ്റി നോക്കിയത് കൊണ്ട് നമ്മൾ പിന്നെ കൂടുതൽ വലിയ വൃത്തിയും കാര്യങ്ങളും സൗകര്യങ്ങളും ഒന്നും നോക്കിയില്ല. എന്നാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ വീട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കി തരും. നമുക്ക് പുറത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് കഴിക്കാം. നമ്മൾ ഹോം സ്റ്റേ എടുക്കാനുള്ള കാര്യം തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് വയറിന് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയിൽ ഇരിക്കുകയാണെങ്കിലുണ്ടല്ലോ സൂപ്പറായിട്ട് വ്യൂസ് കിട്ടും. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ ഈ ഇരിക്കുന്നൊരു സമയം എന്ന് പറയുന്നത് ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ്. ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. ഇനി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് മഞ്ഞൊക്കെ മൂടി നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ, അത്രയ്ക്കും തണുപ്പായിരുന്നു. പിന്നെ ഈ വീടിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് അവർ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വ്യൂ നമുക്ക് കിട്ടും. പിന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കിയിരുന്ന് പോയി കേട്ടോ. ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഒരു കട്ടനൊക്കെ അവർ തന്നായിരുന്നു. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് കട്ടൻ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കട്ടൻ ഇട്ട് തന്നു. പിന്നെ നമ്മൾ ഈ എക്സ്ട്രാ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുന്ന ആഹാരത്തിന് നമ്മളുടെ നിന്ന് എക്സ്ട്രാ ക്യാഷ് അവർ മേടിക്കും കേട്ടോ. പോകുന്നതിൻ്റെ അന്ന് അവർ നമുക്ക് ബില്ല് തരും. അപ്പോൾ നമ്മളത് കൊടുത്താൽ മതി, പേ ചെയ്താൽ മതി, അങ്ങനെയാണ്. പിന്നെ കിച്ചണിലാണെങ്കിൽ ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് വെള്ളം ചൂടാക്കാം. നൈറ്റിന് ഞങ്ങൾ ഡിന്നറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവരത് ഉണ്ടാക്കി തന്നു കേട്ടോ. നമ്മൾ പറയുന്ന എന്ത് ഡിഷാണെങ്കിലും അവരത് ഉണ്ടാക്കി തരും. പിന്നെ തമിഴ് ആൾക്കാരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ആയിരിക്കില്ല, ഇവിടുത്തെ തമിഴ്നാട്ടിലെ സ്റ്റൈലിലുള്ള ഫുഡായിരിക്കും അവർ തരുന്നത്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോയിട്ട് ഫുഡ് മേടിച്ച് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ പോയി മേടിച്ചിട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഹോംലി ഫുഡ് നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഒന്ന് കെറ്റിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും ദൂരം യാത്രയൊക്കെ ചെയ്തതിൻ്റെ ഫുള്ളായിട്ട് യാത്ര ചെയ്യുന്നൊരു നല്ല ടയേർഡ്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ TV വെച്ചിട്ടുണ്ട്, വൈഫൈ ഉണ്ട്, നമുക്കവർ പാസ്വേഡൊക്കെ തരും, നമുക്ക് വൈഫൈ യൂസ് ചെയ്യാം. ഞങ്ങളുടെ ഫോണിലൊക്കെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത്, വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഫോണൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഡിന്നറിന് നമുക്ക് അവർ ഉണ്ടാക്കി തന്നിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചത്, ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. പിന്നെ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞു ഇതുപോലെ നമുക്ക് മഞ്ഞുമൽ ബോയ്സിൻ്റെ സിനിമ നമുക്ക് കാണാം, എന്തായാലും നമ്മൾ ഇതുവരെ വന്നതല്ലേ. അങ്ങനെ ഹസ്ബൻഡിന് ഇന്ന് ഗുണ കേവ് കാണാൻ പോയപ്പോഴത്തേക്ക് അത് കാണണമെന്ന് തോന്നി അത്ര, അങ്ങനെയാണ് അത് വെച്ചത്. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കിനും ഭക്ഷണം കഴിച്ചു. ചിക്കൻ കറിയും കുറുമയും വെജ് കുറുമയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടും നമുക്ക് അവർ തന്നായിരുന്നു. അങ്ങനെ ഞാനും ആമിയും ഹസ്ബൻഡും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നാളെയാണ് നമ്മുടെ ബാക്കി ട്രിപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എന്നൊക്കെ ഉള്ളത്, എവിടേക്കാണ് പോയത് എന്നുള്ളതൊക്കെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.